എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രത്യേകം ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മോർട്ട്ഗേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചില ആളുകൾക്ക് അറിയില്ല. അത് നമ്മുടെ നാട്ടിൽ ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കണ ഇതിനാണ് ഇവിടെ മോർട്ട്ഗേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ വീട് മേടിക്കാൻ ലോൺ എടുക്കും, അതുപോലെ സ്ഥലം മേടിക്കാൻ ലോൺ എടുക്കും, അങ്ങനെ പല പല ലോണുകൾ നാട്ടിൽ ഉണ്ട്. അപ്പോൾ ഇവിടെ അതിന് മോർട്ട്ഗേജ് എന്നാണ് പറയുന്നത്. ആ ഒരു വാക്കിൻ്റെ ഒരു വ്യത്യാസമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൽ മോർട്ട്ഗേജ് ഇപ്പോൾ യുകെയിലൊക്കെ നമ്മൾ വീട് മേടിക്കാനായിട്ട് മോർട്ട്ഗേജ് എങ്ങനെയാണ് എടുക്കുന്നത്, അതിൻ്റെ പരിപാടികൾ എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ മോർട്ട്ഗേജ് വീട് മേടിക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് പറ്റിയൊരു വീടും കാര്യങ്ങളൊക്കെ കണ്ടു എന്നിരിക്കട്ടെ. അപ്പോൾ ആ വീടും കാര്യങ്ങളും ഇപ്പം മേടിക്കണമെങ്കിൽ നമുക്ക് ബാങ്കിൽ നിന്ന് എത്ര ലോൺ കിട്ടണമെന്ന് ആദ്യം നമ്മൾ അറിയണം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു മോർട്ട്ഗേജ് അഡ്വൈസറെ കാണുക എന്നുള്ളതാണ്. മോർട്ട്ഗേജ് അഡ്വൈസർമാർ ചില ആളുകൾ അവരുടെ കമ്മീഷൻ മേടിക്കും നമുക്ക് ലോൺ പാസ്സാക്കി തന്നേനെ. അവർക്ക് ബാങ്കിൽ നിന്ന് സാധാരണ കമ്മീഷൻ കൊടുക്കുന്നതാണ്. അത് കൂടാതെ ചില വലിയ കമ്പനിയിലുള്ള മോർട്ട്ഗേജ് നടത്തുന്നവർ അവർ കമ്മീഷൻ മേടിക്കും. അപ്പോൾ ചില ആളുകൾ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യണവരുണ്ടാവും മോർട്ട്ഗേജ്. അപ്പോൾ നമ്മൾ അവർക്ക് കമ്മീഷൻ മേടിക്കാണ്ട്, ഇപ്പോൾ നമ്മുടെ അടുത്ത് കമ്മീഷൻ മേടിക്കാതെ ഉള്ള ആൾക്കാരുണ്ട്. ചിലത് കമ്പനി ആയിട്ടുള്ളത് അവരുടെ കമ്പനിയുടെ ഒരു പോളിസി അനുസരിച്ച് ഇപ്പോൾ കസ്റ്റമറിൻ്റെ അടുത്തുനിന്നും ബാങ്കിൽ നിന്നും അവർക്ക് കമ്മീഷൻ കാര്യങ്ങളും മേടിക്കും. അപ്പോൾ അങ്ങനെ രണ്ട് തരത്തിലുണ്ട്. അപ്പോൾ മെയിൻലി മലയാളികളായിട്ടുള്ള ആളുകൾ ചിലവർ മേടിക്കും. ചില കമ്പനിയിൽ വർക്ക് ചെയ്യണവർ ഫ്രീലാൻസ് ആയിട്ടുള്ളവർ കമ്മീഷൻ മേടിക്കില്ല, ചിലവർ മേടിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട് മോർട്ട്ഗേജിൻ്റെ ഇതിൽ. ഈ ലോൺ പാസ്സാക്കി തന്നതിന് കമ്മീഷൻ എന്നുള്ള ഒരു ഇതാണ് ഇതിൽ വന്നത്. ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ ലോൺ എടുക്കുമ്പോൾ നമുക്ക് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടിന് ഇപ്പം നമുക്ക് തിരിച്ചടയ്ക്കാൻ എത്ര ഒരു കപ്പാസിറ്റി ഉണ്ട്, എത്ര നമുക്ക് വരുമാനമുണ്ട്, നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് 3 മുതൽ 6 മാസം വരെ ഉള്ളതും, നമ്മുടെ സാലറി പേ സ്ലിപ്പ് 3 മാസം മുതൽ 6 മാസം വരെ ഉള്ളതും ബാങ്ക് തന്നെ സബ്മിറ്റ് ചെയ്യണം. അത് മോർട്ട്ഗേജ് അഡ്വൈസർ ത്രൂ നമ്മൾ ബാങ്കിന് സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് അത് ഒരു ചെക്ക് ചെയ്തു നമ്മുടെ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ ബാധ്യതകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ ക്രെഡിറ്റ് സ്കോറും കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ച് ഇതാക്കിയതിന് ശേഷം അവർ നമുക്ക് എത്ര തുക ലോൺ തരും, പാസ്സാക്കി കിട്ടും എന്നുള്ളത് പറയും. പിന്നെ നമ്മൾ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് മേടിക്കുമ്പോൾ നമുക്ക് ഒരു 10 മുതൽ ഒരു 20% വരെ പൈസ നമ്മുടെ കയ്യിൽ കാണണം. അപ്പോൾ അതിൽ ഈ 10%, ഇപ്പോൾ 1 ലക്ഷം രൂപയുടെ വീടാണെങ്കിൽ നമ്മളൊരു 10% നമ്മുടെ കയ്യിൽ കാണണം. അപ്പോൾ അത് 1 ലക്ഷം പൗണ്ടിൻ്റെ വീടാണെങ്കിൽ ഒരു 10,000 പൗണ്ട് കയ്യിൽ കാണണം. അപ്പോൾ ആ 10,000 പൗണ്ട് കിഴിച്ചിട്ടുള്ള തുകയാണ് ബാങ്കിൽ നിന്ന് ലോണായിട്ട് കിട്ടുന്നത്. അതായത് 80,000 പൗണ്ടാണ് ബാങ്കിൽ നിന്ന് ലോണായിട്ട് കിട്ടുന്നത്. അപ്പോൾ ചില ബാങ്കുകൾ അത് 20% ആയിരിക്കും. അപ്പോൾ അത് ഓരോ ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ കയ്യിലുള്ള പൈസ എത്രയാണെന്നുള്ളത് മോർട്ട്ഗേജ് അഡ്വൈസറോടും പറയുകയും പുള്ളിക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യണം ഇതിനു മുമ്പായിട്ട്. പിന്നെ ഈ ലോൺ പാസ്സാക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് തിരിച്ചടവിൻ്റെ കാലാവധി, അപ്പോൾ അത് ചില ബാങ്കുകൾ 28 വർഷം വരെ, ചില ബാങ്കുകൾ 30 വർഷം വരെ, ചിലത് 20 വർഷം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്രൈറ്റീരിയ, ചിലത് 15 വർഷം. അപ്പോൾ നമുക്ക് തിരിച്ച് അടയ്ക്കാനായിട്ട് കൂടുതൽ പൈസ വരുമാനം കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു 15 വർഷത്തേക്ക് വയ്ക്കാം, 10 വർഷത്തേക്ക് വയ്ക്കാം. അപ്പോൾ അത് നമ്മുടെ തിരിച്ചടയ്ക്കാനുള്ള ഒരു കപ്പാസിറ്റിയുടെ ബേസിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ലോണിൻ്റെ തിരിച്ചടവിൻ്റെ 2 മുതൽ 2 കൊല്ലത്തേക്ക് മാത്രം പലിശ മാത്രമായിട്ട് അവർ ഈടാക്കും. അത് 2 കൊല്ലത്തേക്കും ഉണ്ട് പലിശ മാത്രം ഈടാക്കണത്, 5 കൊല്ലത്തേക്കും ഉണ്ട് പലിശ മാത്രം ഈടാക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 2 കൊല്ലത്തേക്ക് പലിശ മാത്രം ഈടാക്കണത് ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. അത് ഇവിടുത്തെ ഈ നാണയപ്പെരുപ്പത്തിൻ്റെയും അതുപോലെ ബാങ്കിൻ്റെ ഇതിൻ്റെ അനുസരിച്ചിട്ട് ഫ്ലക്ച്വേഷൻ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 2 മുതൽ 5 കൊല്ലം വരെ ഒരു പലിശയാണ്. അത് നമ്മൾ എഴുതുന്ന എഗ്രിമെൻറ്റിൻ്റെ അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യണത്. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വീട് മേടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ആലോചിക്കുക, ഇപ്പോൾ UK പറ്റില്ല, ഇനിയിപ്പോൾ ഓസ്ട്രേലിയക്ക് പോകാം,
എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ വീട് വിൽക്കാനും ഇതേ കണക്ക് തന്നെ ഇപ്പോൾ മേടിച്ച റിയൽ എസ്റ്റേറ്റ് കമ്പനിക്കാർക്ക് തന്നെ വീട് ഞങ്ങൾ വിൽക്കാൻ പോവാണ്. അപ്പോൾ അവരായിട്ടൊരു എഗ്രിമെൻ്റ് എഴുതിച്ചിട്ട് ആ വീട് വിൽപ്പനയ്ക്ക് വെക്കും. വിൽപ്പനയ്ക്ക് വെച്ചിട്ട് ഇപ്പം നമ്മൾ എത്രയാണോ ബാങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് തുക കിടക്കുന്നത് അതിൻ്റെ ബാക്കിത്തെ തുക, അതായത് ആ വീട് വിറ്റിട്ട് അപ്പോൾ ആ നമ്മൾ വെച്ചേക്കണ വില, ഇപ്പം നമ്മുടെ എല്ലാ ചിലവുകളും കഴിച്ചിട്ട് ആ വെച്ചേക്കണ വില നമുക്ക് ആരെങ്കിലും പർച്ചേസർ വന്ന് വീട് മേടിച്ചിട്ട് ഇപ്പോൾ ബാങ്കിൽ എത്ര തുക ബാക്കിയുണ്ടോ ആ തുക കഴിച്ചിട്ട് ബാക്കിയുള്ള തുക നമുക്ക് കിട്ടും. നമുക്ക് വേറെ നഷ്ടക്കച്ചവടമൊന്നും വരാൻ പാടില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ വീട് നല്ലൊരു ഏരിയയിലും വലിയ വിറ്റുപോകാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്താണെങ്കിൽ നമുക്ക് നഷ്ടക്കച്ചവടം വരില്ല. റിമോട്ടായിട്ടുള്ള ഏരിയയും പെട്ടെന്ന് ആളുകൾ വന്ന് മേടിക്കാൻ സാധ്യത കുറവുള്ള ഏരിയയിലാണെങ്കിൽ അത് സെനാരിയോ വ്യത്യസ്തമായിട്ടിരിക്കും. അപ്പോൾ അത് ഓരോ ഏരിയയുടെയും അനുസരിച്ചിട്ടും ഡിമാൻഡിങ് ഏരിയ ആണെങ്കിൽ വിറ്റുപോകാൻ എളുപ്പം സാധ്യതയുണ്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമുക്ക് വീട് എളുപ്പം മേടിക്കാം, പക്ഷേ അത് വിറ്റ് ഇതാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. എന്നാലും ഇവിടെ കുഴപ്പമില്ല. കാരണം റിയൽ എസ്റ്റേറ്റ് കമ്പനികൾക്ക് കൊടുത്തിട്ട് കഴിഞ്ഞാൽ അവർ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളും ചെയ്തിട്ട് നമുക്ക് വീട് വിൽപ്പന നടത്താൻ അവർ സഹായിക്കും. അതിനവരൊരു കമ്മീഷനും മേടിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ ബാങ്കിനെ തട്ടിച്ച് മുങ്ങണ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ഇതെന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നാൾ അടച്ച പൈസയും കാര്യങ്ങളൊക്കെ പോയി ഇവരുടെ വീട് ഓപ്ഷന് വെക്കും, ലേലത്തിന് വെച്ചിട്ട് ബാങ്ക് ഈ പൈസ കംപ്ലീറ്റ് ബാങ്ക് എടുക്കും. കാരണം അങ്ങനെ മുങ്ങണ ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ ആണ് ഈ വീടിൻ്റെ കാര്യങ്ങളെ പറ്റിയും അതുപോലെ മോർട്ട്ഗേജിൻ്റെ കാര്യങ്ങളെ പറ്റിയും ഉള്ളത്. അപ്പോൾ മോർട്ട്ഗേജ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ലോണിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ മോർട്ട്ഗേജിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പ്രത്യേകം സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ഒന്ന് പരിഗണിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി.